ഇന്നൊരു ഗംഭീര പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ആ ചിരി കണ്ടു തുടങ്ങിയവന്റെ കിളി. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഉണ്ടോ? ഈ പടം എഴുതിയേക്കുന്നത് ആ മങ്കി ക്യാപ്പ് വെച്ച മച്ചാനാണ്. ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിൾ ഔട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. ഈ പടത്തിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഇലുമിനാന്റിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഗൈസ്. Syed Masood. He leads the most powerful mercenary hit group of Asia. ഇത്രയ്ക്ക് പവർ ഉണ്ടായിട്ട് മൂപ്പരെ ചെറുപ്പത്തിലിട്ട് പണിതൊരു വില്ലനെ മൂപ്പര് റിവെഞ്ച് ചെയ്യാനായിട്ട് 25 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് റിവെഞ്ച് ചെയ്യണ ഗൈസ്. ഈ പടത്തിന്റെ കഥ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവപുത്രൻ അഴിമതി കാട്ടി കേരളം അങ്ങനെ നശിപ്പിക്കും ഗൈസ്. കേരളത്തിന് അഴിമതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവർദ്ധൻ സോഷ്യൽ മീഡിയ ഇടപെടും. സോഷ്യൽ മീഡിയ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവർദ്ധൻ സോഷ്യൽ മീഡിയ നമ്മുടെ ഏട്ടന്റെ അടുത്തേക്ക് പോവും. ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഏട്ടന്റെ വഴികാട്ടിയുടെ അടുത്തേക്ക് പോവും. ആദ്യം നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ട് പറയും ഞാനാണ് മാപ്പ് സ്നേഹിതർക്ക് കൈനീട്ടി വഴി പറയും സുഹൃത്ത് ഞാനാണ് മാപ്പ്. സൂപ്പർ ഗംഭീരായിരിക്കും. എനിക്കറിയാം കൃഷ്ണേട്ടാ, ഇത്രയും പേരുടെ ഇടയിൽ ഈ ആന്റണി പെരുമ്പാറിന്റെ ഫോട്ടോ വെച്ചേക്കുന്നതിന്റെ ചേതവികാരം എന്താ? ബാക്കി എല്ലാവരും കാശും ഐഡിയാസും ഇൻവെസ്റ്റ് ചെയ്തപ്പോ ആന്റണി പെരുമ്പാവൂർ സത്യസന്ധതയും ആത്മാർത്ഥ ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി. അവസാനം നമ്മുടെ ഗോവർദ്ധൻ സോഷ്യൽ മീഡിയ നമ്മുടെ ഏട്ടനുള്ള സ്ഥലത്തെത്തും. ഏട്ടൻ ശരിക്കും പറഞ്ഞ ലൂസിഫർ അല്ല, ഡ്രാക്കുളയാണ്. ഡ്രാക്കുളയുടെ കോട്ട് ഇട്ടിട്ടാണ് ഈ പടത്തിന് വന്ന് നടക്കണേ. ആരുടെ ഈ കോട്ടൊക്കെ ഏട്ടന് സെലക്ട് ചെയ്ത് കൊടുത്തേ? ഇതും പോരാണ്ട് നമ്മുടെ ഏട്ടന്റെ പുസ്തകം നോക്കി വായിക്കണ പോലത്തെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. എന്റെ പൊന്നോ, പാതാളത്തിന്റെ അധിനായകൻ, ജംറയിൽ കല്ലേറ് കൊള്ളുന്നവൻ, സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു പാൻ ഇന്ത്യൻ മൂവിയിലുള്ള ഒരു മാസ് ഡയലോഗ് കേട്ടാ നിങ്ങൾ കേട്ടപ്പോ ഒരു മര്യാദ വേണം. പിന്നെ നമ്മുടെ ഏട്ടൻ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ടൊവിനോനെ കിഡ്നാപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ലൂസിഫറിലെ ബിൽഡപ്പ് സീനില്ലേ, അത് അങ്ങനെ തന്നെ ഈ പടത്തേക്ക് എടുത്തിട്ട് സ്പൂഫ് അടിച്ച് വെക്കും. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഏട്ടൻ എന്നിട്ട് ദൈവപുത്രനെ കിഡ്നാപ്പ് ചെയ്തില്ലേ, എന്നിട്ട് ഉപദേശിക്കാനായിട്ട് പോവും. എന്നിട്ട് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും ഇലുമിനാറ്റി പരിപാടിയൊക്കെ ചെയ്യണ നമ്മുടെ ഏട്ടൻ നമ്മുടെ ടോവിനോട് അഴിമതി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് ഉപദേശിക്കും. എങ്ങനെയാണ് അതൊക്കെ എഴുതാൻ കഴിയണേ എൻ്റെ മങ്കി കേപ്പ് വെച്ച ചേട്ടാ? പിന്നെ പടം മൊത്തം സ്പോഫാണ് ഗൈസ്. ലൂസിഫറിലെ മറ്റേ കാട്ടിലെ ഫൈറ്റ് ഉണ്ടല്ല, ഈ പടത്തിൽ അത് ഇരുട്ടത്താക്കും. അതന്നെ, സെയിം പാട്ട് സെയിം പരിപാടി. നിങ്ങൾക്ക് ഈ ലൂസിഫറിന്റെ സ്പൂഫ് അടിക്കാണ്ടല്ലാണ്ട് വേറൊന്നും ചെയ്യാനറിയില്ലേ? സ്റ്റോക്ക് തീർന്നു. ഏട്ടൻ വലിയ ഇലുമിനാന്റിയും വലിയ പരിപാടിയൊക്കെ ആയിട്ട് ഈ ചോട്ടാ വില്ലന്മാരുടെ കൂടെ തല്ലുകൂടാൻ പോകും, ബോഡി ഗാർഡ്സ് ഉണ്ടായിട്ട്. ഒരു മര്യാദ വേണം. ഇതുപോലെ കാട്ടിക്കൂട്ടാനാണെങ്കിൽ ലൂസിഫറിൽ നിന്ന് ഇത്ര വലിയ ബിൽഡപ്പ് കൊടുത്തേ? Syed Masood. He leads the most powerful mercenary hit group of Asia. ഒന്ന് നിർത്തുന്നുണ്ട് കൊണഞ്ഞിരി.
പിന്നെ 2 ഇലിമിനാണ്ടികളും കൂടിയിട്ട് ബോഡി ഗാർഡ്സിനെ വെച്ചിട്ട് വില്ലന്മാരെ കൊല്ലാണ്ട് ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ചോട്ടാ വില്ലന്മാരൊക്കെ ആയിട്ട് തല്ല് കൂടി അവസാനം ജയിക്കും. പിന്നെ കാലുകൊണ്ടൊക്കെ കാണിക്കുന്ന പരിപാടികളുണ്ട് എൻ്റെ പൊന്നുമോനെ. സ്റ്റോക്ക് തീർന്നു. കുഴിമന്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മയോനൈസ് കിട്ടുമെന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഏട്ടൻ്റെ പടാണെങ്കിൽ നമ്മുടെ ജ്ഞാപക മുരളി ഉണ്ടാവും. അവന്മാർക്ക് ചേഞ്ച് വേണോ?